അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ഒരു പുതിയ ഹിജർ വർഷത്തിലാണ്. ഇന്നലെ നമുക്ക് ദുൽഹിജ്ജ 30 ആയിരുന്നു. ഇന്നലെ 30 പൂർത്തിയാക്കി ഇന്ന് നമ്മൾ മുഹറം 1 പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് ഈ മുഹറം മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കുമെന്നാണ്. ഈ ഒരു ഹിജറ വർഷം നമുക്ക് എല്ലാവിധത്തിലും സമാധാനത്തിലും എല്ലാവിധ ഖൈറിലുമാവാൻ ഇൻഷാ അള്ളാഹ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നലത്തെ രാത്രി ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു. പല ആളുകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇന്ന് പകൽ എഴുതാനിരിക്കുന്ന ആളുകളുണ്ടാകും. കഴിഞ്ഞ ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതണം 113 പ്രാവശ്യം വിശദമായ ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. പല ആളുകളും അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകൾ, നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള മറുപടി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പകലിലുമായി ഒരു 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാൻ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ആ ആയത്തുൽ കുർസി ഓതാൻ സമയം കിട്ടുന്നില്ല, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് മാത്രമേ ഓതിയിട്ടുള്ളൂ, ബാക്കി നാളെ ഓതിയാൽ മതിയോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി എന്താണ്? ചില ആളുകൾ ചോദിക്കുന്നു, ഉസ്താദേ ഇന്നലെ രാത്രി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, ഇന്നലെ രാത്രി വിസ്മി ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല, അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതാൻ സാധിച്ചിട്ടില്ല, ഇന്ന് പകൽ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടൊരു കാര്യമാണ് പറയാനുള്ളത്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്ന് നോമ്പുകാരായി ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. ഏതാണ് ആ കാര്യം? ഇൻഷാ അല്ലാഹ് വീഡിയോയിലുണ്ട്, അത് കേൾക്കണേ. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുന്ന ചില അതിപ്രധാനപ്പെട്ട സുന്നത്തുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്ന് പഠിക്കാം. ആരും ഇത് കാണാതെ പോവരുത്, അവസാനം വരെ കാണണേ. കാരണം നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ, ആ അമൽ നമുക്ക് ചെയ്യാതെ പോയാൽ, ഇത് ചെയ്ത ആളുകളെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം വരെ കാണണം, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ സദാസമയം കാവലും അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുകയാണ്, അപകട മരണങ്ങൾ കൂടുകയാണ്, ആക്സിഡൻറ്റുകൾ വർദ്ധിക്കുകയാണ്. അള്ളാഹു തആല എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാണെങ്കിലും മരിക്കണം, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ മുഹറം മാസം, അതായത് ഹിജ്റ വർഷം 1446 എന്ന പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ 1ാമത്തെ ദിനത്തിലാണുള്ളത്. ഇന്നലെ ഞായറാഴ്ച ദുൽഹിജ്ജ 30 നമ്മൾ പൂർത്തിയാക്കി. ഇന്നലെ മഗ്രിബോട് കൂടി നമ്മളെല്ലാവരും എങ്ങോട്ട് കടന്നു? മുഹറം 1 കടന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് നോമ്പെടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. മുഹറം 1 മുതൽ 10 വരെ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തവരാണ്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ട അമൽ എന്ന് പറഞ്ഞാൽ മുഹറം 1 മുതൽ 10 വരെയുള്ള സുന്നത്തായ നോമ്പാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ഇന്ന് നോമ്പ് പിടിച്ചവരുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ളുഹറിന് മുമ്പ് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിയ്യത്ത് വെക്കാം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം, രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിൽ പിന്നെ നമുക്ക് ആ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ പറ്റില്ല. ഇനി ഭക്ഷണമൊന്നും കഴിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോമ്പാണ് പക്ഷേ നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിയ്യത്ത് വെക്കാം. എന്ത്? മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. രണ്ടാമത്തേത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു. ഇനി നാളെ ചൊവ്വാഴ്ച നോമ്പ് പിടിക്കാം, മറ്റന്നാൾ ബുധനാഴ്ച, പിന്നെ വ്യാഴം, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് പറ്റുന്നത് പോലെ നോമ്പ് പിടിക്കുക. പല ആളുകൾക്കും അറിയില്ല എന്ത്, നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നു എന്ന് അറിയില്ല. അവർക്ക് ഇംഗ്ലീഷിൻ്റെ കലണ്ടർ പ്രകാരം 2024 കഴിഞ്ഞ് 2025 ആകുമ്പോൾ ന്യൂ ഇയർ ആയി, പുതിയ വർഷത്തിലേക്ക് കടന്നു, ജനുവരി 1. അത് ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും എന്താ അങ്ങനെ തന്നെ പറയാം, ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും ന്യൂ ഇയർ അന്നാണ് ആഘോഷിക്കുക. പക്ഷെ നമ്മുടെ ന്യൂ ഇയർ ഇന്നാണ്. ഇന്ന് നമുക്ക് മുഹറം 1.
ന്യൂ ഇയറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഹിജ്റ വർഷം, പുതുവർഷം. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ഇന്നലെ തന്നെ പല ആളുകളും വാട്സപ്പിലൂടെ ഹാപ്പി മുഹറം എന്നിട്ട്. അങ്ങനെ ഹാപ്പി മുഹറം എന്നല്ല നമ്മൾ സാധാരണ. ഇപ്പോൾ പ്രത്യേകം സുന്നത്താണ് പുതിയൊരു വർഷം വരുമ്പോൾ പരസ്പരം സന്തോഷം അറിയിക്കലും ആശംസ പറയലും പ്രത്യേകം സുന്നത്താണ്. അത് ഹാപ്പി മുഹറം അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് അതെങ്ങനെയാണ് പുതിയ ന്യൂ ഇയറിന്റെ, ഇസ്ലാമിക് ന്യൂ ഇയറിന്റെ ആശംസ പറയേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കാണാം, സ്ക്രീനിലുണ്ട്. കുല്ലു ആം വ അൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. കുല്ലു ആം വ അൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. അതായത് ഇനിയുള്ള വർഷം അത് സന്തോഷത്തിലാവട്ടെ, വലിയ സമാധാനത്തിലാവട്ടെ, അള്ളാഹു നമ്മുടെ അമലുകൾ പരസ്പരം സ്വീകരിക്കട്ടെ. എത്ര നല്ല ഒരു വിഷിങ്ങാണ് അല്ലേ? എത്ര നല്ല ഒരു സന്ദേശമാണ്. നമ്മൾ ഈ പെരുന്നാളിന് പറയും ഇത് ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഈ പ്രഥമ ദിവസത്തിൽ നമ്മൾ പരസ്പരം കാണുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പതിപാവനമായ മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നലെ മഗ്രിബ് തൊട്ട് തന്നെ പല ആളുകളും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും. ചില ആളുകൾ ഇന്ന് പകലിൽ എഴുതാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടാകും. ചില ആളുകൾ ആയത്തുൽ കുർസിയൊക്കെ ഓതി വരുന്നുണ്ട്, തീർന്നിട്ടില്ല ഉസ്താദെ, ഞങ്ങൾ ഇന്ന് പകലോട് കൂടി തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചില ആളുകൾ 360 പ്രാവശ്യം ഒന്നും ഓതാൻ പറ്റൂല, വേണമെങ്കിൽ 10 15 പ്രാവശ്യം അല്ലെങ്കിൽ 50 100 പ്രാവശ്യം ഓതാം എന്ന് വിചാരിച്ച ആളുകളുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അമൽ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതാൻ ആർക്കും പ്രയാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഈ വീഡിയോ കാണുന്നത് വരെ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മുഹറം 1 എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിവിപുലമായ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. അത് നിങ്ങൾ കണ്ടാൽ വിശദമായ വിവരം അതിലുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതലായി കിടക്കുന്നില്ല. അപ്പോൾ ഒളുവോടുകൂടി ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നല്ല രൂപത്തിൽ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നൊന്നുമല്ല, ഇതിന് പ്രതിഫലം അള്ളാഹു തരുമെന്നുള്ള നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഒരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ആ വീഡിയോ കണ്ടു നോക്കിയാൽ അതിൽ ഏതൊക്കെ രൂപത്തിലാണ് എഴുതേണ്ടത്, ഏതൊക്കെ രൂപത്തിൽ എഴുതാൻ പാടില്ല എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുക, അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. പിന്നെ പല ആളുകളും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ടാകും, ഇന്ന് പകൽ എഴുതാനിരിക്കുന്ന ആളുകളുണ്ടാകും. സോ അത് ഞങ്ങൾക്ക് ജോലി തിരക്കാൻ ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല, കുഴപ്പമില്ല, ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നിങ്ങൾക്ക് എഴുതാം, ഇന്നത്തെ മഗ്രിബിന് മുമ്പ് എഴുതാം. ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, ഉസ്താദെ ഞാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലാണ് വരുന്നത്, ട്രെയിനിൽ ഇപ്പോൾ ബിസ്മി എഴുതാനുള്ള സാഹചര്യമൊന്നുമില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാരണം മഗ്രിബിന് ശേഷമേ മൂപ്പര് എവിടെ എത്തുള്ളൂ, ഇന്ന് വീട്ടിലേക്ക് എത്തുകയുള്ളൂ, അപ്പോൾ എനിക്ക് ബിസ്മി എഴുതാൻ വീട്ടിലാരുമില്ല, അപ്പോൾ എന്ത് ചെയ്യും? യാത്രയുമായി ബന്ധപ്പെട്ട് ഒരാളിരിക്കുകയാണ്, എഴുതാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം, രോഗമാണ്, ഹോസ്പിറ്റലിലാണ്, ഇപ്പോൾ ബിസ്മി എഴുതാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് കൈ വിറക്കും, അതുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സാഹചര്യം, ബുദ്ധിമുട്ടായ സാഹചര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം യാത്ര ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ എഴുതാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, നിങ്ങളുടെ നാവിനൊരു കുഴപ്പമില്ലല്ലോ, അല്ലാഹു തആല വിചാരിച്ച് നാവിനൊരു കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടൊരു 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല നിയ്യത്തോടു കൂടി പറഞ്ഞാൽ അല്ലാഹു ആണ് പ്രതിഫലം തരുന്നത് ഇൻഷാ അല്ലാഹ്. ആ ബിസ്മി എഴുതിയതുപോലത്തൊരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. പിന്നെ മാത്രമല്ല, നമ്മളിത് ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതുമല്ലോ, എഴുതിയ ആളുകൾ ചുമ്മാ മിണ്ടാതെ ഇരുന്ന് എഴുതുക, അത് നാവ് കൊണ്ട് പറയാതെ മനസ്സുകൊണ്ട് പറയണമെന്നാണ് നമുക്ക് കിതാബിൽ കാണുന്നത്. നാവ് കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ പറയാതെ നമ്മൾ മനസ്സിൽ പറയുക. എന്നിട്ട് ആ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് 113 പ്രാവശ്യം നാവ് കൊണ്ട് പറയാം. ഇനി പറഞ്ഞില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? ഞങ്ങൾ ഇന്നലെ രാത്രി എഴുതി, കുഴപ്പമില്ല. ഇതൊന്നും വലിയ നിർബന്ധമായ കാര്യമല്ല. ഞാൻ ഒരു കാര്യം പറയാം, മുഹറം ഇന്ന് 1, എല്ലാവരും ബിസ്മി എഴുതുന്നത് തിരക്കാൻ. പക്ഷെ പല ആളുകളും ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. സുബഹി നിസ്കരിക്കാതെ ബിസ്മി ഒരു 1000 പ്രാവശ്യം എഴുതാൻ നമുക്ക് ഗുണമുണ്ടോ? അതുകൊണ്ട് ഫർളായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അതിനുള്ള വലിയൊരു തയ്യാറെടുപ്പാവണം പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ടത്. ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് നമ്മളുള്ളത്. ഇന്നത്തെ ദിവസം ബിസ്മി എഴുതാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി സമയമുണ്ട്, നിങ്ങൾക്ക് എഴുതാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, ചില ആളുകൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും, ചില ആളുകൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല, എഴുതാമെന്നൊക്കെ ഓർത്തു, പക്ഷേ എന്തെങ്കിലും ജോലി തിരക്കായതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് നാളെ എഴുതാം.
മറ്റന്നാൾ എഴുതാം, മറ്റന്നാൾ ഓർക്കുന്നെങ്കിൽ മറ്റന്നാൾ എഴുതാം. പക്ഷേ ഈ ഇന്നത്തെ ദിവസം എഴുതുന്ന ആ ഒരു കൂലി അള്ളാഹുവാണ് തരുന്നത്. അള്ളാഹു തന്നേക്കാം, പടച്ചവനാണല്ലോ എല്ലാ പ്രതിഫലവും തരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് എഴുതാൻ പറ്റിയില്ല പടച്ചവനെ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് എഴുതുന്നത് എന്ന് മനസ്സിൽ കരുതി നല്ല നിയ്യത്തോടുകൂടി നിങ്ങൾക്ക് എഴുതാം. പക്ഷെ എഴുതേണ്ട പ്രധാനപ്പെട്ട സമയം ഇന്നാണ്, അത് മറന്നു പോവണ്ട. എഴുതുന്നതിൻ്റെ രൂപം നമ്മൾ വിശദീകരിച്ചിരുന്നു. നമ്മൾ ഖുർആനിലൊക്കെ കാണുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടിയല്ല എഴുതേണ്ടത്, പിരിച്ച് തിരിച്ച് ഓരോ അക്ഷരം വിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾക്കതൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. അത് ഓരോ അക്ഷരം വിട്ട് വേണം എഴുതാൻ. പിന്നെ അക്ഷരങ്ങൾ കൂട്ടി എഴുതരുത്. പിന്നെ ഫത്ഹ്, കിസ്ർ, ലൊമ്മ്, അതൊന്നും ഇടാതെ വേണം എഴുതാൻ. ബാഇൻ്റെ താഴെ ഒരു കുത്ത്, പിന്നെ നൂനിൻ്റെ മുകളിൽ ഒരു കുത്ത്. അത് ഇട്ടും എഴുതാം, ഇടാതെയും എഴുതാം. തുഹ്ഫ പോലെയുള്ള ചില കിതാബിൻ്റെ ഹാഷിയയിൽ നമുക്കത് ഇട്ട് എഴുതലാണ് നല്ലത് എന്നും കാണാം. ഇനി ഇടാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല നിയ്യത്തോടു കൂടി അത് എഴുതുക. ഒരുപാട് പേര് ചോദിച്ചു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതും അതിന് മുമ്പത്തെ പ്രാവശ്യം എഴുതിയതൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതെന്തൂട്ട് ചെയ്യും? അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് നമുക്ക് ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. അത് നമ്മുടെ ഷോക്കേസിൽ ഇരിക്കുന്നു, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. എങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, അതിൻ്റെ ഒരു ഹൈർ നമുക്കുണ്ടാകും. അപ്പോൾ ഓരോ വർഷം പുതുതായി നമ്മൾ എഴുതിയാൽ അത് വലിയ സന്തോഷമാണ്, അത് വലിയൊരു കാവലാണ്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞിട്ട് എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അതിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ്. പിന്നെ പല ഉമ്മമാരും ചോദിച്ചു, ഉസ്താദ് നിസ്കാരമില്ലാത്ത ആളുകൾക്ക് എഴുതാമോ? അവർക്കും എഴുതാം. പക്ഷേ ഏറ്റവും നല്ലത് വീട്ടിൽ ശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കലാണ്. അതായത് പുരുഷന്മാരുണ്ടെങ്കിൽ അവരെഴുതട്ടെ. പിന്നെ അതല്ലാതെ സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കളുണ്ടാകും, ചെറിയ മക്കൾ അവരെഴുതിയാലും മതി. ഇത് പ്രായപൂർത്തിയായവർ തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് വകതിരിവായ, അതായത് കുഞ്ഞു കുട്ടികളല്ല, വകതിരിവായ നമ്മുടെ മക്കളുണ്ടല്ലോ അവരെ ഏൽപ്പിച്ചാലും മതി. ഇത് തീരെ ആരുമില്ല, വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, അവർക്കാണെങ്കിൽ ആ സമയത്ത് അശുദ്ധിയാണ് എങ്കിൽ അവർക്ക് എഴുതാം. എഴുതുന്ന സമയത്ത് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എഴുതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ വുളുവോടുകൂടി എഴുതലാണ് വേണ്ടത്. അപ്പോൾ ഈ നിസ്കാരമില്ലാത്ത സഹോദരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ വുളു എടുക്കേണ്ട കാര്യം അവിടെയില്ല, വുളു എടുക്കാൻ പാടില്ല. പരമാവധി അങ്ങനെ അശുദ്ധിയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ എഴുതാൻ ഏൽപ്പിക്കലാണ് വേണ്ടത്. ഇനി ആരും എഴുതാനില്ലെങ്കിൽ അവർക്ക് ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ എഴുതേണ്ട രൂപത്തിൽ എഴുതാം. ആ സമയത്ത് അവർ വുളു എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വുളു എടുത്തിട്ട് എഴുതലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് നിങ്ങൾ വുളു ഇല്ലാതെ എഴുതിയാൽ മതിയാകുന്നതാണ്. പിന്നെ പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഈ മൊബൈലിൻ്റെ പുറകിൽ കവറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെക്കാമോ? എഴുതി വെക്കാം, പേഴ്സിൽ വെക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് ബാത്റൂമിൽ കയറാമോ? അതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ കാര്യം ഏകദേശം അങ്ങനെയാണ്. പിന്നെയോ നമ്മൾ ഫർദ് നിസ്കാരങ്ങൾ ഖളാ ആക്കരുതേ. പുതിയൊരു വർഷം തുടങ്ങുകയാണ്, അതിൻ്റെ പ്രഥമ ദിവസത്തിലാണ്. നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കണം. അതൊന്ന് നഷ്ടപ്പെടുത്തിയിട്ട് ബിസ്മി എഴുതിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫർദായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ കൂടി ചെയ്താലാണ് നമ്മുടെ ജീവിതം വിജയിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സൂറത്തുകൾ നമ്മൾ ഓതുക, ഒരുപാട് ആയത്തുകൾ ഓതിയാൽ കൂലിയുണ്ട് അല്ലെ. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ആയത്തുൽ കുർസി നമ്മൾ ഇന്നലെ രാത്രി തൊട്ടേ പല ആളുകളും ഓതി തുടങ്ങിയിട്ടുണ്ട് 360 പ്രാവശ്യം. എൻ്റെ പൊന്നുസ്താദെ, ഈ ആയത്തുൽ കുർസിയൊക്കെ 360 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എടങ്ങേറാകും. നിങ്ങൾ എടങ്ങേറാവണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പറയും, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചൊല്ല്. 360 പ്രാവശ്യം കുത്തിയിരുന്ന് തന്നെ ഓതണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അത് ഘട്ടം ഘട്ടമായി ഒരു 50 പ്രാവശ്യം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 100 പ്രാവശ്യം, അങ്ങനെ ഓതിയാൽ 360 പ്രാവശ്യം. അതിനിപ്പോൾ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്നില്ല, തീർന്നില്ല എങ്കിൽ അടുത്ത നാളെ ദിവസം ഓതാം, അല്ലെങ്കിൽ മറ്റന്നാൾ ഓതാം. അത് ഇന്നത്തെ ദിവസം തീർക്കൽ നല്ലതാണ്. അതാണ് ഇന്നത്തെ ദിവസം തന്നെ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതൽ നല്ലതാണ്. ഇനി തീർക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും തിരക്കൊക്കെ ആയിപ്പോയാൽ നാളെ ഓതാം, നാളെയും തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ ഓതാം. പിന്നെ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞ് ഒരു ദുആയുണ്ട്. ആ ദുആ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്താൽ അവൻ്റെ അല്ലാഹു തആല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമെന്നാണ്, അവൻ്റെ പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റി കൊടുക്കുമെന്നാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ
സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവേ എൻ്റെ അവസ്ഥകളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പുതിയൊരു വർഷമാണ്, പുതിയൊരു അവസ്ഥയാണ്. അല്ലാഹുവേ എൻ്റെ എല്ലാ അഹ്വാലുകളും, എൻ്റെ എല്ലാ സ്ഥലങ്ങളും, എൻ്റെ എല്ലാ സ്വഭാവങ്ങളും, എൻ്റെ എല്ലാ മേഖലകളും നീ ഖൈറിലാക്കണേ എന്നൊക്കെയാണ് ഏകദേശം അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിൽ കുടുംബബന്ധം ചേർക്കുക, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, സലാം പറയൽ അധികരിപ്പിക്കുക, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. മുഹറം 1 മുതൽ നമ്മൾ 10 വരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ കാര്യം അല്ലെ, നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നോമ്പ് പിടിക്കുന്ന കാര്യം അതൊക്കെ എന്താണ്, നമുക്ക് 1 തൊട്ട് 30 വരെ കൃത്യമായി നോമ്പ് പിടിക്കാം. അതായത് ഇടവിട്ട് നോമ്പ് പിടിക്കാതെ തുടർച്ചയായിട്ട് പിടിക്കാം, ഇടവിട്ട് പിടിക്കാം. അല്ലെങ്കിൽ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എന്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വരുന്നുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കാം. അതോടൊപ്പം തന്നെ മുഹറം 9, 10 കിതാബുകളിൽ കാണാം മുഹറം മാസത്തിലെ ഒരു നോമ്പിന് 30 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെന്നെല്ലാം എഴുതിയ പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ നോമ്പിന്റെ കാര്യം മറന്നു പോവണ്ട. മുഹറം 9, 10 എന്നാണ് ഉസ്താദെ, ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ഇന്ന് 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച മുഹറം 9 ആയിരിക്കും, അടുത്ത ബുധനാഴ്ച മുഹറം 10 ആയിരിക്കും. മുഹറം 9, 10 അടുത്ത ചൊവ്വ ബുധനാണ്. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഈ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ചില ഇബാദത്തുകൾ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയിൽ ഒരു ആയത്ത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിൽ അല്ലാഹു തആല പറയുന്നു 12 മാസങ്ങളാണ് ഉള്ളത്. അതിൽ 4 മാസത്തെ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. ഈ 4 മാസം ഇതിൻ്റെ തഫ്സീറിൽ കാണാം, ഈ 4 മാസത്തെ അള്ളാഹു ആദരിച്ചു, ബഹുമാനിച്ചു. അതായത് മറ്റ് മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം ഈ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ കിട്ടും. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ നമ്മൾ പിടിക്കുന്ന ഒരു നോമ്പിന് മറ്റ് മാസം പിടിക്കുന്ന നോമ്പിനേക്കാൾ 30 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് പോലും ചില മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. മാത്രമല്ല മുഹറം മാസത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റ് മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടാൻ കാരണമാകുമെന്നും നമുക്ക് തഫ്സീറിൽ കാണാം. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും, ആദ്യം എൻ്റെ ശരീരത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ മുഹറം, ഹറാമാക്കപ്പെട്ടത് അല്ലെ, പവിത്രമായത് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം തന്നെ. അതായത് ഈ മുഹറം മാസത്തിൽ എത്രയെത്രയോ എന്താണ് സംഭവങ്ങൾ നടന്നു. വിശുദ്ധമായ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വൽ ഫജ്ർ അല്ലെ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ 10 രാത്രികൾ ഏതൊക്കെയാണ്? 3 അഭിപ്രായം. ഒന്ന്, റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ്, അല്ലെങ്കിൽ 10 ദിവസങ്ങളാണ്. മറ്റൊരു അഭിപ്രായം ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസമാണ്. മറ്റൊരു അഭിപ്രായം അത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് അല്ലാഹു തആല ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്, അല്ലാഹു ഒരുപാട് ശ്രേഷ്ഠത കൊടുത്തതാണ്. സ്വതക്കകൾ പരമാവധി വർദ്ധിപ്പിക്കുക. വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ പരമാവധി ഓതാൻ ശ്രമിക്കുക. സൂറത്ത് യാസീനുണ്ട്, സൂറത്തു ദുഖാനുണ്ട്, അതുപോലെ സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തുൽ വാഖിഅ ഉണ്ട്, ആയത്തുൽ കുർസി, അങ്ങനെ ഏതെല്ലാം ആയത്തുകളുണ്ടോ അതൊക്കെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, പിണക്കങ്ങൾ മാറ്റുക, വഴക്കുകൾ മാറ്റുക. അതുപോലെ തന്നെ ഇനിയുള്ള വർഷം അല്ലാഹുവേ ഒരു പുതുവർഷമാണ്, എല്ലാവിധ സന്തോഷവും ഉണ്ടാവണേ എന്ന് നമ്മൾ പ്രത്യേകം ദുആ അരക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറന്നു പോവാൻ പാടില്ല എന്ത്? 2 കാര്യം. ഒന്ന്, പ്രത്യേകിച്ച് മുഹറമിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ പറഞ്ഞ ദിക്റാണല്ലോ ഇത്. ഈ മുഹറം മാസത്തിൽ എത്രമാത്രം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം പറയുക. കാരണം ഈ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് മഹാനവറുകൾ ഈ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശുറാഇന്റെ ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമുക്കും രക്ഷപ്പെടണം. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ കടങ്ങളിൽ നിന്ന്, നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമാണ് വഴി.
വഴിയുള്ളത്. ഏത്? പരമാവധി ദുആരക്കുക. ഇതൊരു ഖുർആനായത്താണ്, ഇതൊരു ദുആയാണ്, ഇതൊരു തസ്ബീഹാണ്, ഇതൊരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല, സുബ്ഹാനക, ഞാൻ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാഹ്. എത്ര നല്ല ദുആയാണ്. ഒരു അടിമ അള്ളാഹിനോട് പറയുന്ന എത്രയോ ശ്രേഷ്ഠമായൊരു ദുആയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുആ മറന്നു പോവണ്ട, ഈ ഒരു ദിക്ർ മറന്നു പോവണ്ട. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതും വലിയ ശ്രേഷ്ഠതയുള്ളൊരു ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതുപോലെ തന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓരോന്നിൻ്റെയും ശ്രേഷ്ഠത പല വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും കടക്കാത്തത്, വേഗത്തിൽ ഓടിച്ചു പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ഈ ഒരു മാസത്തിൽ ഈ ഒരു ദിവസങ്ങളിൽ പറയേണ്ട ഒരു ദിക്റാണ് ഏത്? ഇസ്തിഗ്ഫാർ. ഏത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്, ഇത് വലിയ സന്തോഷത്തിൻ്റെ വർഷമാക്കണേ അല്ലാ എന്നുള്ള ദുആയാണ് ഈ ഒരു ദിക്റിലും തസ്ബീഹിലൂടെ നമ്മൾ പറയുന്നത്. പിന്നെയോ അറിയാവുന്ന സ്വലാത്തുകൾ, ഒരുപാട് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത്, അദദു സ്വലാത്ത്, കൻസു സ്വലാത്ത്, താജു സ്വലാത്ത്, നാരിയത്തു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തു തിബ്, അറിയാവുന്ന സ്വലാത്തൊക്കെ ഇങ്ങനെ പറയുക. പരമാവധി നല്ല രൂപത്തിൽ ദുആ രക്കുക. ഇതിൻ്റെ രാത്രിയിലും പകലൊക്കെ എന്താണ്, മുഹറം മാസത്തിൻ്റെ രാത്രിയിലും പകലും അല്ലാഹു തആല ദുആ വേഗത്തിൽ സ്വീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് മുഹറം മാസത്തിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ വർഷം അതെല്ലാ വിധത്തിലും റാഹത്താകും. പിന്നെ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ രക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിം. ആ ദുആ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ദുആ വളരെ എന്താണ്, നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഗുണം കിട്ടുന്ന ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات. അപ്പോൾ ഈ ദുആയും നമ്മൾ എപ്പോഴൊക്കെ ദുആ ചെയ്യുന്നു അത് നമ്മുടെ ഈ ദുആയിൽ അതൊക്കെ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയൊരു സിയാറത്തൊന്നും ചെയ്യാൻ മറന്നു പോകല്ലേ. പുതിയൊരു വർഷം നമ്മളൊക്കെ വലിയ സന്തോഷത്തിൽ അവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. അവിടെ ചെന്നിട്ട് യാസീൻ പറ്റുന്നത് പോലെ ഓതുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആയത്തുൽ കുർസി 2-3 പ്രാവശ്യം ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവെ കൊടുക്കണേ നമുക്ക് ദ്വാരക്കാം. അങ്ങനെ പരമാവധി എന്താണ്, നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്ത് നല്ല ഒരു വർഷമാണ് ഇൻഷാ അള്ളാഹ്. നമുക്ക് ഈ ഒരു വർഷം നമുക്ക് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ആവണം. ആ ഒരു നിയ്യത്ത് ഇപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവുക. അല്ലാഹു തആല എല്ലാം ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ പരമാവധി നോമ്പ്, ഇന്നിപ്പോൾ നോമ്പുള്ള ആളുകളുണ്ടാകും, അപ്പോൾ ഇനി പരമാവധി ദിവസങ്ങളിലൊക്കെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ ഒരു വർഷം ഇൻഷാ അല്ലാഹ് എല്ലാത്തിലും നമുക്ക് നന്മയുള്ള ഒരു വർഷമാക്കി മാറ്റണം. അല്ലാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മളോട് ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113
113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.